ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന വലിയൊരു സമൂഹം ഈ ലോകത്തിലുണ്ട്. ശരിയാണ്. ലോകത്തിൽ ക്രിസ്തീയ മതത്തിൽ അംഗങ്ങളായവർ, ലോകത്തിൽ പള്ളിയിൽ പോകുന്നവർ, ലോകത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, തത്വത്തിൽ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ രജിസ്റ്ററുകളിൽ ക്രിസ്ത്യാനി എന്ന പേരുള്ള ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമായ ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ വചനപ്രകാരം അനുസരിച്ച് ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവർ, അവരെ മാത്രമേ ദൈവപുത്രരായി ക്രിസ്തുവിലുള്ളവരായി ദൈവം കണക്കാക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ക്രിസ്തീയ മതത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ക്രിസ്ത്യാനികളായി കാണപ്പെടുന്നവരല്ല. അപ്പസ്തോല പ്രവൃത്തിയിൽ കാണാം, അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. പിന്നീട് ശിഷ്യരിൽ നിന്ന് മക്കൾ ജനിച്ചു, അവരുടെ മക്കൾ ജനിച്ചു, തലമുറകൾ ജനിച്ചു. അവരൊക്കെ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആചാരപ്രകാരം എന്തെങ്കിലുമൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമായി തീർന്നു. ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നതുകൊണ്ട് ക്രിസ്തുവുമായി ബന്ധമുണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രിസ്തീയ സഭാവിഭാഗത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവുമായി ബന്ധമുണ്ടാകുകയില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തന്നെ ക്രിസ്തു നിങ്ങളോട് പറയും. ക്രിസ്തുവുമായി ബന്ധമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യണം. ക്രിസ്തു എന്തിനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റോ ആ സുവിശേഷത്തെ നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിൽ ബൈബിൾ കർത്താവ് പറഞ്ഞ വചനം അതേപടി അനുസരിക്കാൻ തയ്യാറായാൽ, അത് വിശ്വസിച്ച് അതേപടി അനുസരിക്കാൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതാണ് ബേസിക്കായി സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം അഥവാ സുവിശേഷം വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും, അതും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്തീയ മതത്തിൽ ജനിച്ചവനായാലും ആദ്യമായി സുവിശേഷം സ്വീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ കാര്യമാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഞാൻ സുവിശേഷത്തെ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ അങ്ങനെ തുടക്കം കുറിക്കുന്നവരാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ. കാരണം അവർ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, യേശുവിനായിട്ട് ജീവിക്കാനായിട്ട് തങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. അപ്പോൾ അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ദൈവവുമായി ഉടമ്പടി ചെയ്തവർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ബഹുഭൂരിപക്ഷവും ആളുകളും അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല. ഇനി രണ്ടാമത്തെ ഭാഗം, ജനിച്ചവരിൽ തന്നെ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഏവരുമാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് റോമാലേഖനം 8:14 പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഓരോ ദിവസവും നടക്കാനാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ റോമർ 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ചും ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ പോലും ആ ജഡത്തെ അനുസരിക്കാനും അഥവാ ശരീരത്തിൻ്റെ മോഹങ്ങളെ അനുസരിക്കാനും ആത്മാവിനെ അനുസരിക്കാനും രണ്ടിലൊന്ന് അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ അവർ ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലയിലല്ല ജീവിക്കുന്നത്. അങ്ങനെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയമായി മരിക്കുമെന്ന്, അവൻ ആര് തന്നെയായാലും നശിച്ചു പോകുമെന്ന്, അവൻ മരിക്കുമെന്ന് യേശു ക്രിസ്തു പറയുന്നു. മറിച്ച് ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. അങ്ങനെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രന്മാർ എന്ന് റോമർ 8:14 പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തുയേശുവിലുള്ളവരെന്ന് റോമർ 8:1-2 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷിൽ വായിക്കുക. ഇംഗ്ലീഷിൽ ന്യൂ കിങ് ജെയിംസ് വേർഷനോ ഓൾഡ് കിങ് ജെയിംസ് വേർഷനോ വായിക്കുക. ഇപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ആരാണ് നടക്കുന്നത് അവരാണ് ക്രിസ്തുയേശുവിൽ ഉള്ളവർ. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിലുള്ളവരല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പുറത്താണെങ്കിൽ, നിങ്ങൾ ഒരിക്കൽ വീണ്ടും ജനിച്ച ആളാണെങ്കിലും ജഡത്തിൻ്റെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാനും സമൃദ്ധിയായി ജീവൻ പ്രാപിക്കാനും സാധിക്കും. എങ്കിൽ മാത്രമേ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാക്കുവാനും ഇന്ന് മരിച്ചാൽ നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടി എന്നേക്കും വാഴുവാനും കഴിയുകയുള്ളൂ.